ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനൽ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സാധാ നൈറ്റി ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഈ നൈറ്റിയുടെ സ്ലീവ്സൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവും കൈക്കുഴിയുടെ അളവൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ അളവ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഷോൾഡറിൻ്റെ അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ അളവ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊരു ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഷോൾഡറിൻ്റെ അവിടേക്ക്. എന്നിട്ട് കർവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് അളവ് ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇറക്കമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഇറക്കമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 37 ഇഞ്ചാണ് ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാം. 37 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിന് താഴേക്ക് ഫ്രിൽസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ താഴത്തെ പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രിൽസ് താഴെ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രിൽസിൻ്റെ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഫ്രിൽസിൻ്റെ ഇറക്കം 6 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ആക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ സെൻറ്റർ വന്നിട്ട് മടക്കിയിടണം. നമുക്ക് സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള പീസ് നമുക്ക് നെക്കിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ പ്ലീറ്റൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഫ്രിൽസ് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിത് ഇതുപോലെ 2 പീസ് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും താഴെ ഫ്രിൽസ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവ്സാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. സ്ലീവ്സിൻ്റെ ഇറക്കം ഞാനിവിടെ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. പഫ് സ്ലീവ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കൈക്കുഴിയുടെ അവിടെ നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ സ്ലീവ്സ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത്. സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഷോൾഡറും നെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ലീവ്സ് ഞാൻ പഫ് സ്ലീവ്സാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. സ്ലീവ്സ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പഫ് സ്ലീവ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്സ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 സൈഡിലും നമുക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. സ്ലീവ്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഫ്രിൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗം നമുക്കൊരു 1/4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ആ മെറ്റീരിയലിൻ്റെ അടിഭാഗം 1/4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ്. ഇനി നമുക്ക് അത് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് കൊടുക്കാം. താഴത്തെ ഭാഗത്ത് ഇതുപോലെ നല്ല ഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ടെടുക്കാം.
ഞാനിവിടെ താഴത്തെ ഭാഗം ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വല്ലാതെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ലൂസാക്കിയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ബാക്കിലേക്ക് കെട്ടാനായിട്ട് 2 വള്ളികളും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫ്രോക്ക് മോഡേൺ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് ഇത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രോക്ക് മോഡേൺ നൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. താങ്ക്